എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. PM കിസാൻ സമ്മാൻ നിധിയുടെ സഹായമാണെങ്കിൽ വർഷം 6000 രൂപയാണ് ലഭിക്കുന്നത്. നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിന് 2000 രൂപ വീതം ലഭിക്കുന്നതാണ്. ഇനി ഈ ജൂൺ മാസത്തിൽ നമുക്ക് അടുത്ത 20ാമത്തെ ഗഡുവിൻ്റെ വിതരണത്തിന് കൂടി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഈ തുക നമുക്ക് തടസ്സമില്ലാതെ തന്നെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. എന്നാൽ അടുത്ത ഗഡു മുതൽ വിതരണം ചെയ്യുമ്പോൾ കർഷക രജിസ്ട്രിയിലുള്ള അംഗത്വം ഉൾപ്പെടെ പരിശോധിക്കണമെന്നാണ് പുതിയ അറിയിപ്പുകൾ വന്നിട്ടുള്ളത്. ഇനി അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ, അത് രാസവളങ്ങൾക്കുൾപ്പെടെ സബ്സിഡികൾ നൽകുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, കാർഷിക യന്ത്രവൽക്കരണ പദ്ധതികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾക്കും വിള ഇൻഷുറൻസിനും കാർഷിക ലോണ് നമുക്ക് വേണമെങ്കിലും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ഉള്ളത് ഉചിതമാണ്. എങ്കിൽ പോലും കർഷക രജിസ്ട്രിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇനി മുതൽ ഒരു ID ജനറേറ്റ് ആകുന്നതാണ്. അത് കൃഷിഭവൻ മുഖാന്തരമുള്ള വെരിഫിക്കേഷനാണിത്. ജനറേറ്റ് ആയ ഈ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഭാവിയിലേക്ക് ഒരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുകയാണ്. ഇതിനുവേണ്ടി അവസാന തീയതി ഇപ്പോൾ സംസ്ഥാനത്ത് അറിയിച്ചിരിക്കുന്നത് ജൂലൈ മാസം 31-ാം തീയതിയാണ്. അതിനു മുമ്പ് തന്നെ കൃഷിഭവനിലെ കർഷകർ നേരിട്ടെത്തി ഈ വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൊണ്ടുപോകേണ്ട രേഖകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ കർഷകൻ്റെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പരും OTP അധിഷ്ഠിതമായിട്ടുള്ള വെരിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമായ കർഷകരാണ് എങ്കിൽ കൂടെ മറ്റാരെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഫോണിൽ വരുന്ന OTP ഉൾപ്പെടെ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. തടസ്സമില്ലാതെ ഇത് പൂർത്തിയാക്കിയാൽ മാത്രമേ കർഷക രജിസ്ട്രി വെരിഫിക്കേഷൻ പൂർത്തിയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് സ്വീകരിക്കേണ്ടതാണ്. നിലവിൽ ഇത് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒറ്റത്തവണ പൂർത്തിയാക്കിയാൽ മതിയാകും. ഇനി അത് മാത്രമല്ല, കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ പുതിയ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ക്രമീകരണമല്ല ഇത്. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഉള്ളവർക്കും കിസാൻ സമ്മാൻ നിധിയിൽ ഇല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കൃഷിഭൂമി ഉണ്ട് എങ്കിൽ, അതിൽ കൃഷി ഉണ്ട് എങ്കിൽ, അതല്ല ഇനിയിപ്പോൾ മറ്റ് കാർഷിക ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ കർഷക രജിസ്ട്രിയിലുള്ള വെരിഫിക്കേഷൻ കൃത്യമായിട്ട് പൂർത്തീകരിക്കേണ്ടതാണ്. അതൊരു പ്രധാന കാര്യം തന്നെയാണ്. ഇനി ഇതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു കാര്യം കൂടെയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കതർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് കൃഷിഭവൻ മുഖാന്തരമാണ് കർഷക രജിസ്ട്രിയിലേക്കുള്ള ഈ വെരിഫിക്കേഷൻ എന്നുള്ള കാര്യം എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷനുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.